ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് തുടങ്ങും. എൻ്റെ പേര് ടോബിൻ. ഞാൻ ഇപ്പോൾ നിലവിൽ UK എറണാകുളത്ത് നിന്നായിരുന്നു നേരത്തെ താമസിച്ചിരുന്നത്. ഞാനിവിടെ ഒരു 2.5 വർഷമായിട്ട് സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2020. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഉടമ്പടിയൊക്കെ എടുത്തെങ്കിൽ എനിക്ക് അത് പൂർണ്ണമായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിന് ശേഷമായിട്ടാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ട്, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് ചെല്ലാറുണ്ടായിരുന്നു. അതിനുശേഷം 2022 എനിക്ക് UK പോകാനായിട്ടൊരു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തു. IELTS ഒക്കെ ക്ലിയർ ചെയ്തു. ആ സമയത്ത് എനിക്ക് 2014 ഒരു US വിസ റിജക്ഷൻ വന്നിട്ടുള്ളത് കൊണ്ട് UK വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് റിജക്ഷൻ വരും, അതിനെ അഫക്റ്റ് ചെയ്യുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് ചെല്ലി ഇച്ചിരി ആദ്യമൊക്കെ വിസയ്ക്ക് ആപ്ലിക്കേഷനിൽ ഒരു ഡിലേ വന്നു. അപ്പോൾ എനിക്കൊരു പേടിയായി. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഡിലേ ആയെങ്കിലും അവിടെ കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വിസ വന്നു. അങ്ങനെ വിസ കിട്ടി, ഞാൻ UK പോയി. അപ്പം അതേപോലെ തന്നെ അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മറ്റൊരു കാര്യമാണ് കോഴ്സ് വേറെ ബാക്ക് പേപ്പറൊന്നും കിട്ടാണ്ട് എല്ലാം നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ട് തന്നെ എല്ലാം കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പം 1 ഇയർ കോഴ്സായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പം ഒക്ടോബർ 31 വരെയാണ് എനിക്ക് വിസ അടിച്ചത്. അതായത് 2023 ഒക്ടോബർ 31 വരെയാണ് എനിക്ക് ആദ്യം വിസ ഉണ്ടായിരുന്നത്. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ എനിക്ക് 2 വർഷത്തേക്ക് വീണ്ടും വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒക്ടോബർ 10 റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ റിസൾട്ട് മാത്രം പബ്ലിഷ് ചെയ്തില്ല. അപ്പം 30 മുമ്പ് ആയിട്ട് ഒക്ടോബർ 31 മുമ്പായിട്ട് തന്നെ വിസയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ വെച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരും. അപ്പം ഞാൻ വീണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പം അതിന് ഒക്ടോബർ 10 ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ്ട് വന്നപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു. നിരന്തരം അവരുമായിട്ട് ഫോളോ അപ്പ് ചെയ്തെങ്കിലും ഒരു മാറ്റങ്ങളും ഉണ്ടായില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനമായപ്പോൾ മാതാവിൻ്റെ കൃപയോടെ ഒരു ഒക്ടോബർ 31 ഒരു 5 ദിവസം മുമ്പായപ്പം അവർ എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതിനനുസരിച്ച് തന്നെ എനിക്ക് വിസയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അതിനുശേഷമാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ജോലിയാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ജോലിക്ക് അപ്ലൈ ചെയ്താലും എനിക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ഒരു റെസ്പോൺസ് പോലും എനിക്ക് തിരിച്ച് വരുന്നില്ലായിരുന്നു. കുറേയധികം ജോലികളിൽ അപ്ലൈ ചെയ്തു. അവസാനം സോഷ്യൽ വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ മാതാവിന് ഇഷ്ടമുള്ള ഒരു ജോലി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ഏതൊരു ജോലിക്ക് വെക്കുമ്പോഴും എനിക്ക് ഒരു റെസ്പോൺസ് വരാണ്ടായപ്പോൾ ഞാൻ നവംബർ 15 2023 നവംബർ 15 ഞാൻ ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ജനുവരിയിൽ 3 ജോലിക്ക് എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആ 3 ജോലിയും എനിക്ക് കിട്ടിയില്ല. ഇൻ്റർവ്യൂവിന് ഞാൻ പോയെങ്കിലും എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിരുന്നത് മാതാവിന് എനിക്ക് ഏതാണോ നല്ലതെന്ന് മാതാവ് അറിഞ്ഞ് എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇപ്പം ഒരുപാട് ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ ഒരു പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് റെസ്പോൺസ് വരുന്നില്ലായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ നാട്ടിലേക്ക് ഒന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഫെബ്രുവരിയിൽ ഇങ്ങോട്ട് വരാമെന്നൊക്കെ തീരുമാനിച്ചു. അപ്പോൾ വരുന്നതിന് മുമ്പായിട്ട് ഫെബ്രുവരി ആദ്യം ഞാനൊരു 3 ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തു. സോഷ്യൽ വർക്ക് റിലേറ്റഡ് ജോലി തന്നെ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പം ഇനി അതിന് നാട്ടിലൊക്കെ വരുന്ന സമയത്ത് അതിന് വല്ലതും ഇൻ്റർവ്യൂവിന് വിളിക്കുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വിളിച്ചാൽ അതിനൊരു തടസ്സമാകുമോ എന്നൊക്കെ ഒരു പേടിച്ചാണ്. എന്തുകൊണ്ടാലും ഞാനൊരു 2 ആഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്തു, ഇങ്ങോട്ട് വന്നു. വരുന്നതിന് മുമ്പായിട്ട് ഒരു 3 ദിവസം മുമ്പ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. 28 ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് പോന്നു. ബാക്കിയുള്ള 2 ജോലിക്ക് എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതുകൊണ്ട് അത് ഓൺലൈനായിട്ടായിരുന്നു അതിന് ഇൻ്റർവ്യൂവിന് വിളിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് ഞാൻ 4 ഇവിടെ വന്നു. 5 6 ആയിട്ട് ഞാൻ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മാതാവിൻ്റെ കൃപയോടെ എനിക്ക് ആ 2 ജോലി ഇപ്പം കിട്ടി. അതായത് ഇന്നലെ വൈകിട്ട് എനിക്ക് ആ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് കോള് വന്നു. അപ്പം ഞാൻ നാളെ രാവിലെയാണ് തിരിച്ച് UK വന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പാണെങ്കിൽ പോലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പം 2 ആഴ്ചത്തേക്കാണ് വന്നത്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കൺഫർമേഷൻ, ഒരു ജോലി കിട്ടിയെന്നൊരു കൺഫർമേഷൻ കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്.
അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം, കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്നൊക്കെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ കൃപയോടെ എനിക്ക് നല്ല 2 ജോലി ഇപ്പോൾ കിട്ടി. ഞാൻ ആഗ്രഹിച്ച ഒരു റോളിൽ എനിക്ക് ഇവിടെ ജോലി കിട്ടി. ഇപ്പം ഈ ജോലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ എനിക്ക് UK സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു ജോബ് എക്സ്പീരിയൻസും ഇല്ല. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് കുറേയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും പറയുന്നത് അവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടുത്തെ ജോലി ചെയ്യാനായിട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു മാസങ്ങളോളം ഞാൻ ജോലി ഇല്ലാണ്ട് നിന്നിട്ടുണ്ട്. ഒരു പാർട്ട് ടൈം ജോബ് നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഞാനത് വിട്ടു, വേറെ ജോലി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുറേയധികം ജോലികളിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു റെസ്പോൺസ് വരുന്നില്ലായിരുന്നു. അപ്പോൾ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ജോലിക്കാണെങ്കിലും എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന ഒന്നിനും എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും അത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അറിയില്ല, എനിക്ക് അത്രത്തോളം കോൺഫിഡൻറ്റ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ എന്നെ അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അത്രയധികം സ്ട്രഗിൾ ചെയ്തെങ്കിലും മാതാവ് അവസാനം എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലി തന്നെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നു. പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇപ്പം ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണെങ്കിലും ഞാൻ എപ്പോഴും ഉപ്പ് കഴിക്കുകയും പിന്നെ അവിടെ പോകുന്ന സെൻറ്ററിൽ ഞാൻ ഉപ്പ് വിതറുകയും ചെയ്യുമായിരുന്നു. അതേപോലെ പോകുന്നതിന് മുമ്പ് എന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് പോയത്. അതേപോലെ തന്നെ വെഞ്ചരിച്ച കാശുരൂപം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഓൺലൈൻ ആയിരുന്നപ്പോൾ പോലും ഞാൻ വെഞ്ചരിച്ച ഉപ്പ് ലാപ്ടോപ്പിൽ വിതറിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഈ ഒരു പാറ്റേൺ അല്ലെ ഉപ്പ് കഴിച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ മാതാവിൻ്റെ കൃപയോടെ എനിക്ക് നല്ലൊരു ജോലി കിട്ടാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഇപ്പോൾ ഞാൻ UK ആയതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ പേപ്പറും ഇതൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് അതിനനുസരിച്ചൊരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഇനി ഇപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ആക്ച്വലി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പം പേപ്പറൊക്കെ വാങ്ങിച്ച് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു റിക്വയർമെൻ്റാണ് ഡ്രൈവിംഗ് ലൈസൻസ്. ഇപ്പം UK ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ ചിലർക്കൊക്കെ 2-3 പ്രാവശ്യം എഴുതിയാലായിരിക്കും അറ്റംപ്റ്റ് ചെയ്താലായിരിക്കും കിട്ടുകയുള്ളത്. ഇപ്പം ഈ ജോലിക്ക് ഒരു മെയിൻ റിക്വയർമെൻ്റ് ആയിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ ലൈസൻസ് ഉണ്ട്, വണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പം എങ്ങാനും എനിക്ക് ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ ആ ജോലി എനിക്ക് കിട്ടേണ്ടതല്ല. പക്ഷേ അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് ഡേറ്റ് എടുത്തു. അപ്പം നല്ലൊരു എക്സാമിനർ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നെർവസ് ആവും, അല്ലെങ്കിൽ ഇല്ലാത്ത ഫോൾസൊക്കെ പറഞ്ഞ് അവിടെ ഫെയിലാക്കും എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, അതേപോലെ തന്നെ വണ്ടിയിൽ കയറിയ ഉടനെ എക്സാമിനർ നമ്മുടെ വണ്ടിയിൽ കയറുന്നതിന് മുമ്പായിട്ട് എക്സാമിനർ ഇരിക്കുന്ന സീറ്റിൽ ഉപ്പ് വിതറിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങിയത്. അങ്ങനെ തന്നെ അപ്പോൾ ആദ്യമേ തന്നെ തുടങ്ങിയപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എൻ്റെ ഭാഗത്തുനിന്നൊരു ഫോൾട്ട് വന്നിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത് കിട്ടുമോ, ലൈസൻസ് കിട്ടുമോ, അതല്ലെങ്കിൽ ആദ്യത്തെ ട്രയൽ ലൈസൻസ് കിട്ടാണ്ട് വരുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ ടെസ്റ്റ് അവസാനിക്കുമ്പോഴേക്ക് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അവിടെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടി. അങ്ങനെ ഫസ്റ്റ് ട്രൈ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:2 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ജോലിയുടേതാകാം, അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് നാം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാകാം, സാമ്പത്തിക പ്രതിസന്ധികളാകാം. ഏത് തടസ്സങ്ങളാണെങ്കിലും എങ്ങനെയാണ് അതൊക്കെ കൃപകളാക്കി മാറ്റുവാനായിട്ട് ഉടമ്പടി നമ്മെ സഹായിക്കുന്നത്? ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയും തനിക്ക് പല ആപ്ലിക്കേഷൻസ് അയച്ചിട്ടും ഒരു ഷോർട്ട് ലിസ്റ്റിൽ പോലും വരാതിരുന്ന ഒരു അവസ്ഥയിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് ആവുന്നു? അതും 1 അല്ല 2 ഇൻ്റർവ്യൂവിനൊക്കെയാണ് വിളിക്കുക. അങ്ങനെ തനിക്ക് പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി കിട്ടാൻ എക്സ്പീരിയൻസ് ഒരു പ്രശ്നം തന്നെയായിരുന്നു. എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ വീണ്ടും ജോലി ലഭിക്കാത്ത സാഹചര്യത്തിലും
ഈ മകന് എങ്ങനെയാണ് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. ഇന്നലെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലെറ്ററൊക്കെ ഈ മകന് കിട്ടുകയും ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് പരിശുദ്ധ അമ്മ നൽകിയ കൃപകൾക്ക് നന്ദി വർപ്പിക്കുന്ന ഈ മകനോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.